അയ്യോ, ആ പൊങ്ങച്ചക്കാരൻ ദീപു അല്ലേ നിൽക്കുന്നത്? ഇന്ന് പെട്ടത് തന്നെ. എടാ ടിൻറ്റു, നിന്റെ തലക്കിതെന്ത് പറ്റി? ഒരു ചുറ്റിക വീണതാടാ ദീപു. ആരുടേന്നും കയ്യിന്ന് തെറിച്ചു വീണതായിരിക്കും അല്ലേ? മറ്റാരുടെയും കയ്യിന്നല്ല, എന്റെ കയ്യിൽ തന്നെ തലയിൽ ചുറ്റിക വീണത്. അതെങ്ങനെയാണടാ ടിൻറ്റു? നീ ചുറ്റിക മുകളിലോട്ട് എറിഞ്ഞു കളിച്ചോ? ഏയ്, ഞാനൊരു ആണി അടിച്ചപ്പോ എന്റെ തലയിൽ ചുറ്റിക വീണു. അയ്യോ അയ്യോ, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാക്കുന്നില്ല ടിൻറ്റു. തൽക്കാലം നീ അത്രയും മനസ്സിലാക്കിയാ മതി. ഞാൻ പോട്ടെ, എനിക്കല്പം തിരക്കുണ്ട് ദീപു. അവിടെ നിൽക്ക് ടിൻറ്റു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈശ്വരാ, കുഴഞ്ഞു. എന്നെ വധിച്ചത് തന്നെ. കഴിഞ്ഞ ദിവസം എന്റെ തലയും ഇതുപോലൊന്നും മുറിഞ്ഞടാ. കട്ടിലിൽ ഇടിച്ചതായിരിക്കും. കട്ടിലിലോ? അച്ഛനോടൊപ്പം ഞാനൊന്ന് ദുബായ് വരെ പോയി. ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന 25,000 രൂപയുടെ മൊബൈൽ ഫോൺ സീറ്റിനടിയിൽ വീണു. അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞതാടാ. തല സീറ്റിലിടിച്ചു. എന്നിട്ട് സീറ്റിനൊന്നും പറ്റിയില്ലേ? അല്ല, നിന്റെ തലയില് ധാരാളം ബുദ്ധിയുള്ളത് കൊണ്ട് ഇടിക്ക് നല്ല വെയിറ്റ് കാണൂലോ എന്നോർത്ത് ചോദിച്ചതാ. അല്ല, എന്നിട്ട് തലയിൽ മുറിവ് കാണുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം എന്നല്ലേ പറഞ്ഞത്? അത് അച്ഛന്റെ ബാഗിൽ 10,000 രൂപയുടെ ഒരു മരുന്നുണ്ടായിരുന്നു. അത് പുരട്ടിയപ്പോ ഉണങ്ങിപ്പോയി. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എങ്കിൽ ഞാൻ പോട്ടെ. എടാ, മറ്റൊരു കാര്യം പറയാനുണ്ട്. ദുബായ് കണ്ടുപിടിച്ചത് നിന്റെ അച്ഛനാണെന്നല്ലേ? അത് നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. അതല്ല ടിൻറ്റു. ഓ, നിന്റെ അച്ഛന് 13 കപ്പലുണ്ടെന്ന കാര്യം അതും പറഞ്ഞതാ. അതൊന്നും അല്ല, ഇതൊരു സഹായത്തിനാ. അതെ, എന്റെ പേഴ്സിൽ ഒരു 4,000 രൂപ കാണും. പക്ഷെ എടുക്കാൻ മറന്നു. നീ ഒരു 10 രൂപ കടം തരണം. രഹസ്യമായിരിക്കണം, ആരോടും പറയരുത്. പേടിക്കണ്ട, ഞാനിത് കേട്ടിട്ടേ ഇല്ലെന്ന് കരുതിക്കോളാം. അതെ, എനിക്ക് തലവേദനിക്കുന്നു. പോട്ടെ. എന്നിട്ട് തല മുറിഞ്ഞതെങ്ങനെ നീ പറഞ്ഞില്ലല്ലോ? വല്ല സൈക്കിൾ പിടിച്ചതാവും, അല്ലെങ്കിൽ റോഡിൽ വീണ് കാണും. അമ്പടാ, എന്നെ അങ്ങനെ കൊച്ചാക്കല്ലേ. അതെ, എന്റെ വീടിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് ഞാനൊരു ആണി അടിച്ചതാടാ. പക്ഷെ ചുറ്റിക്ക് താഴേക്ക് വീണു പോയി. ഒരുപാട് നിലയുള്ള വീടാണേ. വൈകിട്ട് കടയിൽ പോവാൻ പുറത്തിറങ്ങിയപ്പോ കൃത്യം എന്റെ തലയിൽ തന്നെ വീണു. ഇത്രയും വലിയ വീടുള്ളത് കൊണ്ട് ഓരോ പ്രശ്നം നോക്കണേ.